ഉം. വേമേ പറയൂ. എല്ലാവർക്കും പറഞ്ഞ അവസരം ഫോർ എവ്രി വൺ. ആ ഉപബർഹന. യെസ്. ഉപബർഹന നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നോ? എന്ന് പറഞ്ഞ ഒരു ഗന്ധർവനായിട്ടാണ് ജനിച്ചത്. ആ അദ്ദേഹം നല്ലൊരു വ്യക്തി ആയിരുന്നില്ലല്ലേ? അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നമായിരുന്നു? ആർക്കാ പറയാൻ പറ്റുക? എന്താ ഉപബർഹനയുടെ പ്രശ്നമായിരുന്നു? നല്ലൊരു ഗന്ധർവൻ, നല്ല ഭംഗിയുള്ള ഒരു ഗന്ധർവനല്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ അതിന് പ്രശ്നം ഉണ്ടായി? എന്താണ് ഉപബർഹനയുടെ പ്രശ്നമായിരുന്നേ? ഏ എന്താണ്? ആ വെരി ഗുഡ്. അഹങ്കാരം മെയിൻ ആയിട്ടുള്ള കോറൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടല്ലേ നിങ്ങള്. അഹങ്കാരം കൂടുതലായിരുന്നു ഉപബർഹനയ്ക്ക്. അപ്പോ അടുത്ത ജന്മത്തിൽ എന്ത് സംഭവിച്ചു? വേഗം ഉയർന്ന ലോകത്തിലായിരുന്നു, ഫസ്റ്റ് സത്യലോകത്തിലായിരുന്നു. അവിടുന്ന് നേരെ രണ്ടാമത് പോയ ലോകം സ്വർഗലോകം. സ്വർഗലോകത്ത് നിന്ന് എങ്ങോട്ട് താഴേക്ക് വരേണ്ടി വന്നു? ലാസ്റ്റ് എത്തിയ ലോകം ഏതാണ്? ഭൂമി അല്ലേ? ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്നിട്ട് എന്തുണ്ടായി? അവിടെ എന്ത് സംഭവിച്ചേ? ഭൂമിയിലെ ആരുടെ മകനായിട്ടാ പറഞ്ഞേ? സാധാ ഒരു വേലക്കാരിയുടെ മകനായിട്ടാണ് ജനിച്ചത്. അച്ഛൻ ആരാന്ന് അറിയില്ല. അഷ്ടയ്ക്ക് വകയില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മ ആരുടെയെങ്കിലും അടുക്കള പണിക്ക് പോണം. അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചു. ആർക്ക്? നാരദർക്ക്. എന്തായിരുന്നു ആ ഭാഗ്യം? നാരദർക്ക് കിട്ടിയ ഭാഗ്യം എന്താ? സന്യാസിമാരെ. ആരായി പറഞ്ഞത്? ചെറിയൊരു കുട്ടി പറയണ പോലെ തോന്നി. മീറന്നെയാ? ഓക്കെ. അപ്പൊ കുഞ്ഞെല്ലാവരും പറയണം കേട്ടോ. എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ആകെ മിഹിറാണ് ഇപ്പൊ ഇതിൽ മനസ്സിലാവണുള്ളൂ. ഓക്കെ. അപ്പോ എന്താണ് എന്താണ് എന്താ ഞാനിപ്പോ പറഞ്ഞു വന്നത്? അതെ, അഷ്ടിക്ക് വകയില്ലാത്ത ഒരു ഗൃഹത്തിൽ ജനിച്ച് സന്യാസിമാരെ അല്ലെ, സന്യാസിമാരെ സേവിക്കാനുള്ള ഒരവസരം. സേവിക്കാൻ മാത്രല്ലല്ലോ, വേറൊരു കാര്യം കൂടി കിട്ടിയല്ലോ, ഒരു അനുഗ്രഹം കൂടി കിട്ടിയല്ലോ. വെരി ഗുഡ്. മിഹിറ അതന്നെ, വെരി ഗുഡ്. സന്യാസിമാര് കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ എന്തുണ്ടാവും? അവബോധം ക്ലിയർ ആവും അല്ലേ? നമ്മൾ നല്ല ആൾക്കാർ ഭക്ഷണം വെച്ച് തന്നത് കഴിക്കുമ്പോ അതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ അത് കാണിക്കുന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സന്യാസിമാര് എന്താണ് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ശേഷിപ്പ് നമ്മൾ പ്രസാദമൊക്കെ കഴിക്കുന്നത് അതുകൊണ്ടാണ്. ഭഗവാനാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തി അല്ലേ? അപ്പൊ ഭഗവാന്റെ നിവേദ്യത്തിന്റെ ബാക്കി കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഗുണങ്ങൾ വരും. അതിനുവേണ്ടി ദേവഗുണങ്ങൾ വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസാദം കഴിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടിക്ക് എല്ലാ നല്ല ഗുണങ്ങളും വന്നു. എന്നിട്ട് വീണ്ടും ഒരു നിർഭാഗ്യം ഈ കുട്ടിക്ക് ഉണ്ടായി. അപ്പൊ ഈ സന്യാസിമാരെയൊക്കെ നല്ല രീതിയിൽ സേവിച്ച് നാരദര് അമ്മയും കൂടെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ആകെ നാരദരുടെ ഒരു റിലേറ്റീവ് എന്ന് പറയുന്നത് അമ്മ മാത്രമായിരുന്നു. അമ്മേനെ പാമ്പ് കടിച്ചു. അമ്മ പാമ്പ് കടിച്ചു മരിച്ചു. അപ്പൊ ആരും ഉണ്ടായില്ല, നാരദന് ആരുമില്ല ഈ ലോകത്ത് എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ പറയുന്ന വലിയ ആചാര്യന്മാരൊക്കെ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും നാരദർക്ക് നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരദർക്ക് ആകെ ഈ ലോകത്തിൽ ഒരു ബന്ധനം, ഈ ലോകത്ത് ഇങ്ങനെ നിൽക്കാൻ എന്താ പറയുക, അങ്ങനെ കെട്ടുപാടുകളിൽ പെടാനുള്ള ആകെ ഒരു ബന്ധനം അമ്മയായിരുന്നു. അപ്പൊ അമ്മയായിട്ടുള്ള ബന്ധനം അറുത്തപ്പോൾ പൂർണ്ണമായി നാരദര് ഭഗവാനോട് മാത്രം, ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാന്റെ ധ്യാനം, ഭഗവാന്റെ സേവനം മാത്രമായി മുന്നോട്ട് പോയി. എന്നിട്ട് ഒരു സൗഭാഗ്യം കിട്ടി നാരദർക്ക്. നാരദ ഒരു ദിവസം ഇങ്ങനെ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് ഒരു നിമിഷത്തിന്റെ ഒരു അംശം നേരം എന്നാണ് പറയണത്, വളരെ ചുരുങ്ങിയ നേരത്ത്, ഈ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ദർശനം കിട്ടിത്രേ നാരദർക്ക്.
ആ ഒരു തുള്ളി നമ്മൾ ഈ എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഒരുപാട് എൻജോയ്മെന്റ് ഉണ്ട് അല്ലേ? പാട്ട് പാടി അതിന്റെ കൂടെ ചാടി കളിക്കുന്നത് എൻജോയ്മെന്റ് ആണ്. അതുപോലെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് എൻജോയ്മെന്റ് ആണ്. അപ്പം നമുക്ക് പലതരത്തിലുള്ള എൻജോയ്മെന്റും നമുക്കുണ്ട്. പക്ഷെ എല്ലാ എൻജോയ്മെന്റ് വരുമ്പോഴും നമുക്ക് അവസാനം ചെറിയതായോ ഞാൻ കുറെ ചിരിച്ചുണ്ടല്ലോ, ഞാൻ വിഷമിക്കേണ്ടി വരും, അങ്ങനെയെങ്കിലും ഒരു ദുഃഖം നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഭഗവാന്റെ കാര്യങ്ങളും കഥകളും കേൾക്കുമ്പോഴും ഭഗവാനെ കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ആനന്ദം, അതിനെന്താണ്, അതിൽ ദുഃഖത്തിന്റെ ഒരംശം ഉണ്ടാവില്ല എന്നാണ് പറയണത്. അങ്ങനെ ഇങ്ങനെ ഇത്രയും ആനന്ദകരമായ ഭഗവാന്റെ രൂപം കണ്ടപ്പോ തന്നെ ഭയങ്കര ആനന്ദായി. ആനന്ദകരമായ രൂപം കണ്ടപ്പോ തന്നെ എന്ത് സംഭവിക്കും? പൂർണ്ണമായി ഇനിയും ഭഗവാനെ കാണണം, ഇനിയും ഭഗവാനെ കാണണം, അയ്യോ ഇത്ര ഭംഗിയുള്ള രൂപം എനിക്ക് പിന്നെ കാണാൻ പറ്റണില്ലല്ലോ വെച്ചിട്ട് വീണ്ടും വീണ്ടും ധ്യാനിക്കാൻ നോക്കും. വീണ്ടും വീണ്ടും ധ്യാനിക്കാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും വരുന്നില്ല, ഭഗവാൻ കണ്ണിൽ വരുന്നേ ഇല്ല. പക്ഷേ ഇനിയും വരും എന്നുള്ളൊരു ചിന്ത ഒരു നിമിഷ നേരത്തിന്റെ ഒരു അംശ നേരത്താണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനിയും വരും ഭഗവാന്റെ ആ രൂപം വന്നോളൂ വെച്ചിട്ട് ഇങ്ങനെ കുറേ ധ്യാനിച്ചു നോക്കി, കിട്ടുന്നില്ല, വീണ്ടും വരുന്നില്ല ഭഗവാന്റെ രൂപം മനസ്സിൽ. അപ്പൊ ഭഗവാൻ തന്നെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാന്റെ ശബ്ദം ഹൃദയത്തിൽ എപ്പോഴും ഭഗവാൻ ഉണ്ടല്ലോ, അപ്പൊ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നാരദ നീ പ്രയത്നിച്ചിട്ട് കാര്യമില്ല, ഈ ജന്മത്തിൽ നിനക്ക് എന്നെ കാണാനുള്ള യോഗ്യത ഇല്ല. ഇപ്പൊ ആ കാണിച്ച അത്രയാണ് എന്നെ കാണാനുള്ള യോഗ്യത നിനക്കുള്ളത്, അത് കഴിഞ്ഞു, ഈ ജന്മത്തിലെ കഴിഞ്ഞു. ഇപ്പൊ ഞാനത് കാണിച്ചു തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ എന്നോടുള്ള ഭക്തി കൂടാൻ വേണ്ടി, കൂടുതലായി എന്നോട് ഭക്തി ചെയ്ത് ഈ ജന്മത്തിൽ തന്നെ ശുദ്ധഭക്തനായി നീ എന്നിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ ഈ അല്പനേരം ഞാൻ നിനക്ക് എൻ്റെ ദർശനം നൽകിയത് എന്ന് പറയുകയാണ് ഭഗവാൻ. അപ്പോ പണ്ടത്തെ ഒരു ആചാര്യനുണ്ട്, ആചാര്യൻ നമ്മുടെ ഈ ഗീതാ ബുക്കൊക്കെ എഴുതിയ ആചാര്യന്റെ പേര് പ്രഭുപാദർ എന്നാണ്. ആ പ്രഭുപാദറിന്റെയും ആചാര്യനുണ്ട്, സൂര്യശാസ്ത്രമൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര വലിയ സ്കോളറാണ്, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയാണ്, നമ്മൾക്കൊരിക്കലും നിങ്ങളിത് മനസ്സിലാക്കണം, ചെറിയൊരു രീതിയിലാണ് പറഞ്ഞു തരുന്നത്, പക്ഷെ ഭയങ്കര ഹയർ ആയിട്ടുള്ള നോളജാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങനത്തെ ആഗ്രഹം പോലും പാടില്ല. ഇപ്പൊ നാരദന് എന്തുണ്ടായി ലാസ്റ്റില്, എനിക്ക് ഇനിയും ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം, അങ്ങനത്തെ ഒരു ആഗ്രഹം പോലും, ആ ആഗ്രഹം പോലും നമ്മുടെ മനസ്സിൽ സ്വാർത്ഥതയായി ഇല്ലാതെ ഒരാഗ്രഹവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഏതോ ജന്മത്തിൽ നമ്മൾ എത്തും. ഈ ജന്മത്തിലെ കാര്യമല്ല പറയണത്, എത്ര ജന്മം കഴിഞ്ഞാണ് അങ്ങനെ എത്തിപ്പെടുക അറിയില്ല. എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനിൽ അഭയം തേടുന്ന ഒരവസ്ഥ. അപ്പൊ ഭഗവാന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന, ഭഗവാനെ നമ്മൾ ഒരു ലവറെ കാണുന്ന പോലെ കാണും. ലവർ എങ്ങനെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ലവേഴ്സ് എങ്ങനെയാണ്, അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കണതും അവർ നടക്കണതും വേഷം എന്തെങ്കിലും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ലവറിന് ഇഷ്ടാവോ എന്നുള്ള ഒരു ഇതിലുള്ള വേഷധാരണ ഒക്കെയാണ് അവർ ചെയ്യുക. അതുപോലെ തന്നെ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ എന്താ ചെയ്യാത്രേ, ഭഗവാൻ നേരെ നമ്മുടെ അടുത്ത് വരുന്നു. നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കല്ല, ഒരുപാട് കഥകളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോ സമയം കഴിഞ്ഞിട്ടില്ല, അപ്പൊ ഞാനൊരു കഥയോടുകൂടെ നിങ്ങൾക്ക് ആ അനുഭവം പറഞ്ഞു മനസ്സിലാക്കി തരാം കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭഗവാനെ കാണണം 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 എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായി ഭഗവാന്റെ സേവനം, ഭഗവാന്റെ ബുക്ക് വായിക്കുക, ഭഗവാന്റെ എന്താ പറയുക ജപം ചെയ്യുക, അതൊക്കെ നല്ല സിൻസിയറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആവശ്യങ്ങൾക്കനുസരിച്ച് ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തുമെന്നാണ് പറയുന്നത്. ഒരിക്കൽ നമ്മുടെ ജഗന്നാഥപുരിയിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, നല്ലൊരു മുത്തശ്ശി. ആ മുത്തശ്ശി എങ്ങനെയാ, വലിയ ഭക്തിയായിരുന്നു മുത്തശ്ശി.
നാരദന്റെ കഥയെ റിലേറ്റ് ചെയ്യുന്ന ഒരു കഥയാണ്. വളരെ നല്ല ഭക്തയായിട്ടുള്ള ഒരു മുത്തശ്ശി. അപ്പൊ ആ മുത്തശ്ശിക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുത്തശ്ശിക്ക് ഒന്നിനും വയ്യ, അടിച്ചോരാനും തുടയ്ക്കാനും അങ്ങനെയൊന്നും വയ്യ, ഭയങ്കര വയസ്സായ മുത്തശ്ശിയ. എന്നാലോ ഭയങ്കരമായ ഒരു ഇഷ്ടമുണ്ട് ഭഗവാൻ. എപ്പോഴും ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പ്രസാദമാണ് കിച്ചടി എന്ന് പറയും, പരിപ്പും ചോറൊക്കെ ചേർത്ത് വെക്കുന്ന. ആ കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ട്, സാരില്ല, ഒന്നുകൂടി കേക്ക്. ആ ഏ കേട്ടിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ ബാക്കി കേൾക്കാത്തവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ ഭയങ്കര എന്താ പറയാ, ക്ഷീണിച്ച് അവശയായ ഒരു മുത്തശ്ശിയാണ്. പക്ഷെ മുത്തശ്ശിക്ക് എന്നും എന്താ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രസാദമായ കിച്ചടി. ഈ മുത്തശ്ശി കണ്ണ് കാണുന്ന മുത്തശ്ശി, കണ്ണ് കാണാത്ത മുത്തശ്ശിയുടെ വേറെ കഥയുണ്ട് കേട്ടോ. ഇതും അതുപോലത്തെ ഒരു കഥ തന്നെ. അപ്പൊ മുത്തശ്ശി ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര ടയേർഡാണ്. അപ്പൊ അങ്ങനെ അടിച്ച് തുടച്ച് അങ്ങനെയൊന്നും വെക്കാനൊന്നും പറ്റില്ല മുത്തശ്ശിക്ക്. പക്ഷേ ഭഗവാനോടുള്ള സ്നേഹം ഭയങ്കര കൂടുതലാണ്, ആഗ്രഹം ഭയങ്കര കൂടുതലാണ്. എത്രയും നല്ല രീതിയിൽ ഭഗവാന് വെച്ചുണ്ടാക്കി കൊടുക്കണം, എന്നും കൊടുക്കണം ഈ കിച്ചടി എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ പറയണു, അവിടുത്തെ നമ്പൂതിരിമാര് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ അവിടെ നിന്ന്, അതായത് രത്നസിംഹാസനത്തിൽ ഇരിക്കണം. ഒരുപാട് ദൂരമുണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ട് ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്ക്. ഭഗവാന് ആറേഴ് തവണയൊന്നുമല്ല, ഒരുപാട് തവണ അവിടെ 65 ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ജഗന്നാഥപുരി. ഭഗവാന് നിവേദിക്കുന്ന സ്ഥലമാണ്. എന്നിട്ടും അതിനേക്കാൾ രുചികരമായിട്ട് തോന്നിയത് ഏതാണ്? ഈ മുത്തശ്ശി വെച്ചു കൊടുക്കുന്ന കിച്ചടി. കാരണം അത്രയും സ്നേഹത്തോടും ഭക്തിയോടും കൂടി കൊടുക്കുന്നത് കൊണ്ട് ആ മുത്തശ്ശിയുടെ കിച്ചടീന്ന് പറയുമ്പോഴേക്കും വായിൽ വെള്ളം ഒഴുകും ഭഗവാന്റെ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നറിയോ? അവിടുന്ന് ഓടി, ഈ ഒരു നേരത്തെ ഭക്ഷണം കഴിയുമ്പോഴേക്കും അവിടുന്ന് ഓടിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് മുത്തശ്ശിയുടെ ആ വെക്കുന്ന മണം കേൾക്കുമ്പോഴേക്കും ഓടി വന്ന് അവിടുന്ന് കഴിക്കൂത്രേ. ഇതെങ്ങനെയാ മനസ്സിലായത്? അവിടുത്തെ നമ്പൂതിരിമാർക്ക് എങ്ങനെയാ മനസ്സിലായേച്ചാല്, ഒരു ദിവസം ഉണ്ട് ഭഗവാന്റെ വായിന്റെ ഇവിടെ, രത്നസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഭഗവാന്റെ വായിന്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് കിച്ചടി ഇരിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 65 ഐറ്റം കൂടാണ്ട്, ഇത് പോരാണ്ട് എങ്ങടോ തിന്നാൻ പോയി എന്നല്ലേ അർത്ഥം. ഭഗവാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് വെച്ചപ്പോ അപ്പൊ അത് മനസ്സിലാക്കൂ. അവിടുന്നാണ്, ആ അന്വേഷണത്തിൽ നിന്നാണ് ആർക്ക് മനസ്സിലായത്? ഈ അവിടെയുള്ള നമ്പൂതിരിമാർക്ക് മനസ്സിലായത്, ഈ കാന്താദേവി എന്നുള്ള ഇവരുടെ വീട്ടിലേക്ക് കിച്ചടി കഴിക്കാൻ വേണ്ടി ഭഗവാൻ ഇടയ്ക്ക് ഇവിടുന്ന് ഓടി പോണുണ്ട് എന്നുള്ള സംഭവം. പിന്നെ ആ അമ്മ മരിച്ചപ്പോൾ ശരിക്കും ഭഗവാന് സ്വന്തം അമ്മ മരിച്ച അത്ര വിഷമായിരുന്നു. കിച്ചടി കിട്ടാണ്ടായപ്പോൾ ആകെ വിഷമായി ഭഗവാന്. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കിച്ചടി അവിടുത്തെ നമ്പൂതിരിമാര് ഏകദേശം പ്രയാസപ്പെട്ടിട്ട്, അതേപോലെ ഒന്നും ആയില്ലെങ്കിലും ഏകദേശം പ്രയാസപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ കാന്താദേവിക്ക് ഭഗവാൻ വരണം എന്നുള്ള ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തില് എല്ലാ ദിവസവും ഭഗവാൻ ഈ കിച്ചടി നിവേദിക്കുമായിരുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒരാഗ്രഹവും ഇല്ലാതെ ഭഗവാന് കൊടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമുള്ള ഈ അമ്മയുടെ അടുത്തേക്ക്, നിവേദ്യം കൊടുക്കണമെന്ന ആഗ്രഹമുള്ള അമ്മയുടെ അടുത്തേക്ക് അമ്മേനെ കാണാൻ ഇങ്ങട് വന്നു എന്നാണ് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെ അടുത്തേക്കും ഭഗവാന് എത്തും. പക്ഷെ അത്ര സ്നേഹത്തോടെ പ്രേമത്തോടെ നമ്മള് ഭഗവാനെ ആരാധിക്കണം കേട്ടോ. എന്നാ 5 മിനിറ്റ് മുന്നേ നിന്നു, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയമുണ്ട് അല്ലേ? ഒരു ക്വസ്റ്റ്യനും ഇതിലില്ല വലിയ കാര്യമായിട്ട്. ഇനി വേറൊരു ചേച്ചി